ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പൂജയും ചെയ്തിട്ടാണ് വന്നത്. കാശി വിശ്വനാഥന് പാലഭിഷേകവും നടത്തി ഓളമാലയും ഇട്ട് ഭസ്മവും ഇട്ട് പൂജ ചെയ്തിട്ട് വന്നു. അത് ഭഗവാന്റെ ഒരു നിയോഗം. ആ കല്ല് ഒരുപക്ഷെ ചേരുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഏതെങ്കിലും കാരണം കൊണ്ട് ടെൻഷൻ കൂടെയാണെങ്കിൽ ഈ കല്ല് ചിലപ്പം തെറ്റുകാരനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഒരെണ്ണം ഓർഡർ ചെയ്ത് വന്നാൽ ആ ജെം കൺസൾട്ടൻ്റെ അടുത്ത് കാണിക്കണം. നട്ടലുമായി ബന്ധമുള്ള രോഗങ്ങളോ ഇടുപ്പ് വേദനയുള്ളവർക്കൊക്കെ നടുവിരലിട്ടിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലരും ഇതേ ഗുണം തന്നെയാണ്. ഇതൊക്കെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നു, കുടുംബജീവിതം, ദാമ്പത്യമൊക്കെ ശുക്രനാണ്. ശുക്രാചാര്യൻ്റെ രത്നമുണ്ട് ഡയമണ്ട്. ആ ഡയമണ്ട് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര, കാരണം എനിക്ക് ആരോഗ്യ പ്രശ്നം, കടബാധ്യത ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് എന്നാണ്. നമ്മൾ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ഈ ജമ്മിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഇതൊക്കെ ശരിയാണോ? ഇത് നമുക്ക് ഞാൻ 25 വർഷമായി എക്സ്പീരിയൻസ് ഉണ്ട് ആസ്ട്രോളജി രംഗത്ത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജെം കൺസൾട്ടൻറ്റുമായിട്ട് ഇപ്പോൾ തുടർച്ചയായ ഒരു 10 വർഷത്തോളമായി തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ജെം കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇട്ട് ധരിച്ചിട്ട് വന്നിട്ടുള്ളവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഹൊറോസ്കോപ്പ് സമയം അറിയാൻ ജനിച്ച തീയതി സമയം പറയാം 12ൻ്റെ അധികം. ഇവരുടെ ശനിയുടെ കല്ലിൽ ജാതകത്തിൽ 12-ലായിരിക്കും നിൽക്കുന്ന, വരവിനേക്കാൾ ചിലവ് കൂടി, കടബാധ്യത. ഞാൻ പറഞ്ഞു ഊരി വയ്ക്കും. ചിലർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന്, ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു രാജ്യത്ത് പോകും, അവിടെ ചെല്ലുമ്പോൾ ഒരിടവും ചിലരല്ല. ഇവിടുന്ന് ഒറിജിനൽ അല്ലാത്ത കല്ലുകളൊക്കെ നമ്മൾ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങില്ലേ, അതിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ഒരു ജെം സ്റ്റോണിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭംഗി, കാണാനൊരു ഭംഗി എന്നല്ലാതെ ഗുണവും ഇല്ല ദോഷവും ഇല്ല. ദോഷമുണ്ടോ എന്നുള്ളത് ഇല്ല. അതങ്ങനെ ദോഷം, അത് സാധാരണ ഒരു ഫാൻസി കല്ലാണ്. അതിന് റേഡിയേഷനോ ഒന്നുമില്ല, കാണാനൊരു കൗതുകം. ജന്മനക്ഷത്ര കല്ലുകൾക്ക് എങ്ങനെയാണ് ശക്തി ലഭിക്കുന്നത്? നമുക്ക് അതായത് നമ്മൾ ഒരാളുടെ ജാതകത്തിൽ ഒരു കല്ല് നമ്മൾ സെലക്ട് ചെയ്തു. അത് നമ്മൾ ഇതിനൊക്കെ ഒരു രത്നശാസ്ത്രത്തിലൊരു വിധി പറയാറുണ്ട്. ഇതെങ്ങനെയാണ് ധരിക്കേണ്ടത്. നമ്മൾ ആദ്യം രത്നം സെലക്ട് ചെയ്തു. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു കല്ല് ഇട്ടിട്ട് തുണിയിൽ ചുറ്റിയിട്ട് കയ്യിൽ ഇവിടെ എവിടെയെങ്കിലും വച്ച് ഒരു 5 ദിവസം ടെൻഷൻ ഇല്ലാത്തടത്ത് ഇരിക്കാൻ പറയും. ചിലപ്പം ആ കല്ല് ഒരുപക്ഷെ ചേരുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഏതെങ്കിലും കാരണം കൊണ്ട് ടെൻഷൻ കൂടെയാണെങ്കിൽ ഈ കല്ല് ചിലപ്പം തെറ്റുകാരനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഒരു തുണിക്കകത്ത് ഒരു രത്നം പൊതിഞ്ഞിട്ട് കൈയുടെ ഭാഗത്തോ വലിയ ഞരമ്പിൻ്റെ വരുന്ന റേഡിയേഷൻ കിട്ടത്തക്ക ഭാഗത്ത് കെട്ടിവെക്കാൻ പറയും. അതുവരെ അദ്ദേഹത്തിന് അതുവരെ യാതൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ധരിച്ചോളാൻ പറയും. ഇത് മാത്രമല്ലല്ലോ, നമ്മുടെ ജാതകത്തിൽ മോശപ്പെട്ട സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ അത് യോജിച്ച് രത്നം. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലെ രത്നശാസ്ത്ര വിധി പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജെം കൺസൾട്ടിങ് നടത്തുമ്പോൾ ജാതകം വെച്ചിട്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ശരീരത്തിന് യോജിച്ചതാണോ എന്ന് നോക്കും. ലഗ്നം, ശരീരം സ്വീകരിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് കെട്ടാം. ഇപ്പോൾ ബ്ലൂ സഫയർ ഒരാളുടെ ജാതകത്തിൽ ധരിക്കാം, ലൈഫ് ലോങ് ധരിക്കാമെങ്കിൽ 7 ശനി വന്നാലും കണ്ടവ ശനി വന്നാലും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യും, അത് സംശയമൊന്നുമില്ല. പിന്നെ രത്നത്തിന് വേറെ അശുദ്ധക്കേടൊന്നുമില്ല. മീൻ ഇറച്ചിയൊക്കെ കഴിക്കാം ചിലർ. ഞാൻ പറയും സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്ന് ഊരി വയ്ക്കണം, ഒരു ഗുരുത്വം ഉണ്ടാവണം, ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യണം. പിന്നെ ഇത് ധരിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ ജാതകത്തിൽ ആ ഗ്രഹബലമൊക്കെ നോക്കിയിട്ട് എത്ര ക്യാരറ്റ് വേണം. ചിലർക്ക് 2 ക്യാരറ്റ് മതിയാവും, ചിലർക്ക് 5 ക്യാരറ്റൊക്കെ മതിയാവും, ചിലർക്ക് 3 ക്യാരറ്റ് കുറയാതെ മതിയാവും. അത് വാങ്ങിയിട്ട് ഓരോ കല്ലിനും ഓരോ രത്നത്തിനും അതിൻ്റേതായിട്ടുള്ള വിരലുകളുണ്ട്. ഈ യെല്ലോ സഫയർ ധരിക്കുന്നതിനും ഒരു വിരലുണ്ട്, അത് ചൂണ്ടുവിരലാണ്. ഇത് ദേവഗുരു ബൃഹസ്പതിയുടെയാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പവറാണ്. ഭയങ്കര ബുദ്ധിവികാസം, ധനലാഭം, വിദ്യാഭ്യാസത്തിൽ പുരോഗതി. ഇനി ചിലർക്ക് സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ജാതകം പറയുന്നുവെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ മഞ്ഞപ്പുഷരാഗ് ഉപയോഗിച്ചാൽ സന്താന ഭാഗ്യത്തിൻ്റെ ഉള്ള തടസ്സം മാറാൻ സാധിക്കുന്ന രത്നമാണ്. അത് ജാതകം പറയുന്നുണ്ടെങ്കിൽ മാത്രം. ചിലർക്ക് വേറെ രത്നങ്ങളായിരിക്കും. അപ്പോൾ മഞ്ഞപ്പുഷരാഗം ധരിക്കുന്നത് ചൂണ്ടുവിരലാണ്. ചിലർക്ക് ഈ ചൂണ്ടുവിരൽ ധരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ അടുത്ത വിരളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വിരലാണ്, മോതിരവിരൽ, സൂര്യൻ്റെ വിരലാണ്. മോതിരവിരൽ ധരിക്കുക. അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ചിലർ സൂര്യൻ്റെ മാണിക്യം, സൂര്യൻ്റെ രത്നം മാണിക്യം, റുബി, മോതിരവിരൽ ധരിക്കാം. ചിലർ ചൂണ്ടുവിരൽ ധരിക്കും. ഇത് രണ്ടും ധരിക്കാൻ അർഹതയുള്ളവരാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കെട്ടി മോതിരവിരൽ ധരിക്കാറുണ്ട്. പിന്നെ അതേപോലെ ചൂണ്ടുവിരലും രണ്ടും ഒരുമിച്ച് കെട്ടി ധരിക്കാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു, ആസ്ട്രോളജി അതിൻ്റെ ജെം കൺസൾട്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അത് ജെമ്മും കൂടി നോക്കണം, രണ്ടും ചേരുമോ എന്നുള്ളത്. അത് നോക്കിയിട്ട് അത് എത്ര വേണം, 2 ക്യാരറ്റ് വേണോ, 1.5 ക്യാരറ്റ് വീതം മതിയാവോ എന്ന് നോക്കിയിട്ടാണ് രണ്ടും കിട്ടുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ രത്നങ്ങൾ. പിന്നെ ഈ രത്നങ്ങൾ ധരിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ രത്നം സെലക്ട് ചെയ്തു, എത്ര ക്യാരറ്റാണെന്ന് മനസ്സിലാക്കി. അത് നമ്മൾ ഇഷ്ടമുള്ള മോഡൽ, ഇപ്പോൾ ഇഷ്ടംപോലെ മോഡലുണ്ട്. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോഡലൊക്കെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ആമയുടെ മോഡലിൽ ചെയ്യാം. ഇപ്പോൾ ആമ മോതിരം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ആമയ്ക്കകത്ത് നമുക്ക് സ്റ്റോൺ വെച്ച് ചെയ്യാം. ഇത് വന്നിട്ട് ആഫ്രിക്കൻ ഓപ്പൽ എന്ന് പറയും. ഇത് നമുക്ക് മൂൺ സ്റ്റോൺ ഇങ്ങനെയൊക്കെ ഇടുന്നവർക്കൊക്കെ പറ്റും. അത് ജാതകത്തിൽ നമുക്ക് അതുകൂടി നോക്കണം, ചന്ദ്രൻ്റെ സ്ഥിതിയും കൂടി നോക്കണം. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഏത് മോഡൽ വേണം ധരിക്കാം. പക്ഷേ ഇതിൻ്റെ അടിഭാഗം എപ്പോഴും ഓപ്പൺ ആയിരിക്കണം.
എങ്കിലേ നമുക്ക് ആ വെളിച്ചം സൂര്യപ്രകാശം അടിച്ചിട്ട് അതിൻ്റെ വെളിച്ചം നമുക്ക് ഞരമ്പ് വഴി റേഡിയേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വെളിച്ചം കിട്ടണം. അപ്പോൾ വെളിച്ചം അതിൻ്റെ അടിഭാഗം ഓപ്പൺ ആയിരിക്കണം. അത് എന്താണ് ഡയമണ്ട് ആയാലും അങ്ങനെ തന്നെയാണ്. 9 രത്നങ്ങൾ നവരത്നങ്ങൾ ചെയ്തിരുന്നാൽ അടിഭാഗം ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഓപ്പണാക്കി വച്ചതിന് ശേഷം പണിത് വന്നതിന് ശേഷം ഇപ്പോൾ ചില ജ്വല്ലറികളിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇത് റെഡിമെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക, അടിഭാഗം ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറയും ഇതൊന്നും ഡിസ്പ്ലേയിൽ വയ്ക്കരുത്, ഇത് ചോദിച്ച് വരണവർ ഇത് ഉദ്ദേശിച്ചിട്ടാണ് വരണത്, എടുത്ത് കൊടുത്തു വിടരുത്. ചിലർ എടുത്ത് കൊടുത്തു വിടും. പൂജിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പോറ്റി പറയും, അയ്യോ ഇതാണ്ട് ഇതിൻ്റെ അടിഭാഗം, ഇത് ഏത് അസ്ട്രോളജറാണ്, ആരാണ് ഇതിൻ്റെ കൺസൾട്ടൻ്റ് നടത്തി നിങ്ങൾക്ക് ജെമ്മിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സാധാരണ ഇവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ബാക്ക് ഓപ്പൺ ചെയ്തേ വയ്ക്കാവൂ. അത് ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കാരണം അവർക്കത് നെഗറ്റീവ് എനർജി ധരിച്ചിട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. സാധാരണ എല്ലാം നമുക്ക് യോജിക്കുന്നതെല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കി കിട്ടിയതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ട്, ഇപ്പോൾ ചന്ദ്രകാന്തം അതായത് മൂൺ സ്റ്റോണും വാങ്ങിയിട്ട് ഒരു 5-10 തുള്ളി പശുവും പാൽ ഇട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലായിടും കവർ പാലാണ് വരുന്നത്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇട്ട് വയ്ക്കാൻ പറയും. ഒരുപാട് ചിലർ പറയും 1 ദിവസം ഇട്ട് വയ്ക്കാൻ പറയും. ഈ 1 ദിവസം ഇട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിൽ ഒരു കെമിക്കലുണ്ട്, ആസിഡുണ്ട്. ഈ സിൽവറിൽ കയറി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കറുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ. ആ സിൽവറിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ മോശമായിരിക്കാം. ചിലപ്പം ആ പാലിൻ്റെയും കെമിക്കലുമായിട്ടുള്ള ഈ മോതിരമായിട്ടുള്ള ഒരു ഇതിൽ ചിലപ്പോൾ കറുപ്പ് വരാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. സാധാരണയായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരം നമ്മുടെ ജെം സ്റ്റോൺ ഇട്ട് വയ്ക്കുക. ഇട്ട് വച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ശുദ്ധജലത്തിൽ കഴുകിയിട്ട് നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ രത്നത്തിൻ്റെ അധിപൻ, ഇപ്പം മൂൺ സ്റ്റോൺ ആണെങ്കിൽ ചന്ദ്രനാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ തന്നെയാണ് മൂൺ സ്റ്റോൺ, മുത്തായാലും മൂൺ സ്റ്റോണാണ്. ഇപ്പോൾ ചന്ദ്രൻ്റെ നവഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ പാദത്തിൽ വച്ചിട്ട് പൂജിച്ച് വാങ്ങിച്ച് ധരിച്ചോളാൻ പറയും. അപ്പോൾ ഞാനൊരു പൂജാരിയും കൂടിയാണ്, അപ്പം ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇനി അഥവാ നവഗ്രഹങ്ങളില്ലാത്ത ക്ഷേത്രത്തിലാണെങ്കിൽ ഈ ചന്ദ്രൻ്റെ ദേവത നമുക്ക് സാധാരണ പറയുന്നത് ദേവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്ന ദേവീ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ചന്ദ്രകലാധരൻ മഹാദേവൻ്റെ അടുത്തോ കൊടുത്തിട്ട് നമ്മുടെ പേരും നാളും പറഞ്ഞ് പൂജിച്ച് വാങ്ങിയിട്ട് തിങ്കളാഴ്ച ദിവസം, തിങ്കൾ ചന്ദ്രൻ്റെ ഒരു പര്യായമാണല്ലോ, അപ്പോൾ തിങ്കളാഴ്ച ദിവസം രാവിലെ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂർ സമയം ആ ചന്ദ്രഹോര നടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് ധരിച്ചോളാൻ പറയും. അതാണ് രത്നശാസ്ത്രം പറയുന്നത്. എന്നിട്ട് ചില ആൾക്കാർ പറയും, അയ്യോ മരണം വീട്ടിൽ വയ്ക്കൂടാ, പിന്നെ രാത്രികാലങ്ങളിൽ ഊരി വയ്ക്കണം, ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല. ഈ രത്നങ്ങൾക്ക് ഫിസിക്കലായിട്ട് യാതൊരു പ്രശ്നവും ആചാര്യന്മാർ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനം ലഭിക്കാൻ വേണ്ടിയിട്ട് സന്താനത്തിനുള്ള രത്നം ധരിക്കാൻ പറഞ്ഞുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ റേഡിയേഷൻ ഉണ്ടായാൽ മാത്രമേ നല്ലതായിരിക്കുള്ളൂ. ബുദ്ധിശക്തിയുള്ള സന്താനത്തിന് തടസ്സമുള്ള ഉണ്ടെങ്കിൽ അതൊന്ന് മാറിയിട്ട് ബുദ്ധിശക്തിയുള്ള സന്താനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിലും ധരിച്ചിട്ട്. ഈ കലാമേഖലയിൽ നിൽക്കുന്ന സെലിബ്രിറ്റികൾ കൂടുതലായിട്ട് ഈ രത്നങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്, ഒട്ടനവധി ആൾക്കാരുണ്ട്. എൻ്റെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിപ്പോൾ 25 വർഷത്തിൽ കൂടുതലായി, ഞാൻ പറഞ്ഞു 25 വർഷമായി അസ്ട്രോളജിയും അതിൻ്റെ ഭാഗമായി ജമ്മി ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ മുതൽ, അതായത് ഓട്ടോറിക്ഷ മുതൽ പൊട്ടിക്കുന്ന ആൾക്കാർ മുതൽ ഹൈക്കോടതിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3500 പരം ആൾക്കാരുണ്ട്. കാരണം ഒരാളുടെ ജാതകം നോക്കിയിട്ട് എന്നെ ഫോണിലൊന്ന് വിളിക്കും, അയ്യോ സാറേ എനിക്കൊന്ന് വീടൊന്നൊന്ന് കുറ്റി വയ്ക്കണം, ഒന്ന് തീയതി പറഞ്ഞു തരൂ, വാട്സപ്പ് ഇട്ടേരെ, അല്ലെങ്കിൽ വിളിച്ചു പറയാൻ സൗകര്യം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ കസ്റ്റമേഴ്സ് എന്നെ കാണാൻ വരുന്നുണ്ട്, ഏത് ഷോപ്പിലിരുന്നാലും അങ്ങനെ വരുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്, കോടതി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ എറണാകുളത്തുള്ള ഒരാൾക്ക് താങ്കളെ കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് അയാളുടെ കല്ല് എന്നറിയണം, നല്ല കല്ല് നോക്കി വാങ്ങണം, എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക? എറണാകുളത്തുനിന്ന് സാർ ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞു തരണ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിക്കും, അല്ലെങ്കിൽ ചിലർ പറഞ്ഞ് ഞാൻ ജുവലറിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സ്റ്റാറ്റസ് ഇടും, ഞാൻ ഇന്ന ജുവലറിയിലാണ് ഉള്ളതെന്ന്. പിന്നെ സുഹൃത്തുക്കളടുത്ത് വിളിച്ച് പറയാം ഞാൻ ഇന്ന ഇടത്താണ് എന്ന് പറയും. സാധാരണ ഞാൻ ഇരിക്കുന്നത് ജുവലറിയിലാണ്. ജുവലറിയിൽ വരുമ്പം പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ജുവലറി ഓണർക്ക് ഭയങ്കരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. തെറ്റുകൂടാതെ അവരുടെ ജുവലറിയിൽ സർട്ടിഫൈഡ് ഉള്ള ഒരു ജെം കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അത് അവർക്കൊരു ഇതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ഒരു തെറ്റായിട്ടുള്ളൊരു രത്നം ഞാൻ പറഞ്ഞ് കൊടുക്കാറില്ല. കാരണം തെറ്റ് പറയുന്ന വ്യക്തിയെ ഞാൻ വിമർശിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഒരാളുടെ ജാതകം എടുക്കുമ്പോൾ അത് കറക്റ്റാണെങ്കിൽ മാത്രം, ഗ്രഹനില വരെ കറക്റ്റാണെങ്കിൽ മാത്രമേ ഞാൻ 2 പഞ്ചാംഗം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. 2 ഒരേപോലെ ആണെങ്കിൽ മാത്രം ഞാനത്, ഒന്നിൽ വ്യത്യാസം ഉണ്ടായ ഉടനെ ഞാനത് ക്ലിയർ ചെയ്യും.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഭാവി കാര്യങ്ങളൊക്കെ പറയുന്നതും നേരത്തെ സംഭവിച്ചതും ഇപ്പോൾ നടക്കാൻ പോകുന്നതും പിന്നെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള നമ്മുടെ പൂർവികർ, നമ്മുടെ ആചാര്യന്മാർ, പിന്നെ മാനസഗുരു, എൻ്റെ മാനസഗുരു അഗസ്ത്യമുനിയാണ്. ഞാൻ മനസ്സിലൊരു ഗുരു, മനസ്സിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ മാനസഗുരു അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമലയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് മഹാദേവൻ്റെ ഭക്തനാണ്. ഗണപതി ക്ഷേത്രമുണ്ട്, ഗണപതി ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഈ മൂകാംബിയിൽ, അടുത്ത കാലത്ത് മൂകാംബിയിൽ പോയി, മുരുടേശ്വരത്തൊക്കെ പോയി ഞാൻ ഒരു അഹോരി, രുദ്രൻ എന്ന് പറയുന്ന ഒരു അഹോരി സ്വാമിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ഒരാളാണ്. അത് എനിക്ക് മഹാദേവനായിട്ട് തന്നതാണ്. അപ്പം നമ്മൾ രാവിലെ എഴുതി നമുക്ക് ചെയ്യേണ്ട ഒരു അസ്ട്രോളജർക്കായാലും ഒരു ജെം കൺസൾട്ടൻ്റ് ആയിരുന്നാലും അവർക്ക് പ്രഭാത കർമ്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. തികച്ചും ശാസ്ത്രീയമായും അതോടൊപ്പം തന്നെ വിശ്വാസപരമായുള്ള കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അയാളുടെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും. അങ്ങ് കൺസൾട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. LDFിലുണ്ട്, UDFിലുണ്ട്, BJPയിലുണ്ട്. അവരാരും ഈ രക്തങ്ങളൊന്നും വലുതായിട്ട് ധരിച്ച് കാണാറില്ല അധികം പേരൊന്നും. ഞാൻ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പറയാം. നമ്മൾ സാധാരണ പൊരുത്തം നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കൊക്കെ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. അവരുടെ മക്കളുടെ ഭാവി കാര്യം നോക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. രത്നങ്ങളും ധരിച്ചിട്ടുണ്ട്. പിന്നെ അവർ ചിലർ നവരത്നം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ധരിക്കാറുണ്ട്. അങ്ങനെയാണ്. എൻ്റെ അറിവിലുള്ളവരെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വർഷങ്ങളായിട്ട് കലാരംഗത്തുള്ളവരെല്ലാം, ഗായകരുണ്ട്, സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സീരിയലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, എല്ലാം ഉയർന്ന ആൾക്കാരാണ്. എന്നെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ഇതുപോലെ എനിക്കിങ്ങനെ ഒരു അവാർഡ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആശംസ അയക്കാറുണ്ട്. ഒക്കെ ചെയ്തിട്ട് കലാരംഗത്തൊക്കെ ഈ രത്നം ധരിച്ചിട്ട് നല്ല ഉയർന്ന നിലയിലൊക്കെ നല്ല രംഗത്തും ഗായക രംഗത്തും ഒരുപാട് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ ഈശ്വരൻ്റെ അനുഗ്രഹത്തിലുണ്ട്. അതെനിക്കൊരു അഭിമാനമാണ്. കാരണം അവർ ഈ പല അസ്ട്രോളജറേയും കാണാൻ പോകും. അപ്പോൾ അവർ പറയാം ഇതാണ് കറക്റ്റ് കേട്ടോ, ഇതാരാ പറഞ്ഞതെന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് പറയാം, ഞാൻ എൻ്റെ അടുത്ത് പോയി പിന്നാര് പറഞ്ഞു കേട്ടോ ഇട്ടിങ്ങനെല്ലാം കറക്റ്റാണ്. ഇത് ചോദിക്കുക, അജി ഇളക്കിയിട്ടൊന്ന് ക്യാരറ്റ് കൂട്ടണം, വേണ്ട അത് മതി, പിന്നെ പൊട്ടലോ പോറലോ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം എന്നേ ഉള്ളൂ. ഇത് ജുവല്ലറി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കും ജെം കൺസൾട്ടൻ്റ് എന്നുള്ള. പക്ഷേ ആ ജുവല്ലറി ഉടമയെന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ജെം കൺസൾട്ടിങ്ങിൻ്റെ ഭാഗം, അതായത് അവർക്ക് അറിയണം, കസ്റ്റമേഴ്സിനെ അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വർണത്തിൽ ധരിക്കുന്നതാണോ വെള്ളിയിൽ ധരിക്കുന്നതാണോ അതോ മറ്റേതെങ്കിലും ലോഹത്തിൽ? സാറ് സത്യസന്ധമായിട്ട് പറയാമല്ലോ, അത് എന്ത് ധരിച്ചാലും ഗുണമാണ്. ഇതിൻ്റെ അടിഭാഗം ഓപ്പൺ ആയിരിക്കണമെന്നേ ഉള്ളൂ. കാശുള്ളവർക്ക് സ്വർണ്ണത്തിൽ ധരിക്കാം. സ്വർണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ആകർഷിക്കാനുള്ള കഴിവുണ്ട്. സ്വർണ്ണം ഭഗവാന് പഞ്ചലോകത്തിൽ വിഗ്രഹം ചെയ്യാറുണ്ട്. സിൽവറിൽ ഭഗവാന് തിരുമുഖം ചെയ്യാറുണ്ട്. സ്വർണ്ണത്തിൽ തങ്കത്തിൽ തന്നെ തിരുമുഖം ചെയ്യാറുണ്ട്. അപ്പോൾ തങ്കത്തിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശോഭിക്കും. പക്ഷേ ഗുണം എല്ലാത്തിലും ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ആ രത്നങ്ങളുടെ പവർ നമുക്ക് യോജിച്ചതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ടുള്ള റേറ്റിന് കൊടുക്കണം. ആ ജുവലറിയിൽ, ഏത് ജുവലറിയിൽ പോയിരുന്നാലും വേറൊരാൾ അതല്ല എന്ന് പറയാൻ ഇടവരുത്തരുത് ഒരു ജെം കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ച്. ചിലർക്കാണെങ്കിൽ ചില ജുവലറിയിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് പറഞ്ഞുതരാം. ചിലർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഈ പ്രേക്ഷകരെ ഇത് കാണുന്ന പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കുക. ചില ജുവലറി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വെസ്റ്റോൺ എടുക്കാം, നാളൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവർ അശ്വതിയാണ്, വൈദൂര്യ അല്ലെങ്കിൽ ഭരണയാണ് ഡയമണ്ട്, അവർക്ക് യോജിച്ചത് ഒരെണ്ണം കൊടുക്കും. പക്ഷേ അത് ചേരുവോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോക്കണം. രണ്ടാമത്, അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം അടിച്ചേൽപ്പിക്കരുത്. പിന്നെ പ്രധാനമായിട്ട് ഒരു ജെം കൺസൾട്ടൻ്റ് എന്നുള്ള സർട്ടിഫൈഡ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടാൽ അതിനടിച്ചേൽപ്പിക്കരുത്. ഒരെണ്ണം ഓർഡർ ചെയ്ത് വന്നാൽ ആ ജെം കൺസൾട്ടൻ്റ് അടുത്ത് കാണിക്കണം, സാറേ നമ്മുടെ ജുവലറിയിൽ ഓർഡർ ചെയ്തതാണ്, ഇത് കൊള്ളാമോ? അങ്ങനെ ധരിച്ചാൽ ഭയങ്കര ഗുണമാണ്. ചിലർ ഒരു കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ 100, 200, 300, 500 അതാണ് ഓർഡർ പോകുന്നത് ഒരു ജുവലറിയിൽ നിന്ന്. ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരാവശ്യമായിട്ട് ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ജുവലറിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഈ മരതൊക്കെ വാങ്ങുന്നതിന് മുമ്പിട്ട് ഞാൻ സ്വർണ്ണത്തിൽ വാങ്ങാം, ജുവലറിയിലാണ് പോയത്. ഞാൻ സത്യം അന്ന് എൻ്റെ കയ്യിൽ പൈസയുണ്ട്. അന്ന് ഇവർ എനിക്കിത് തന്നാൽ, ഞാൻ നേരത്തെ എൻ്റെ സ്വഭാവം പറഞ്ഞു, എന്നാൽ ഞാൻ വാങ്ങും. അപ്പം പക്ഷേ അവർ ജുവലറിക്കാർ കൃത്യമായിട്ട് പറഞ്ഞു, സാറേ പണിഞ്ഞു വെച്ച് തരില്ല, ഓരോരുത്തർക്കും ഓരോ സ്റ്റോണാണ്. അതെനിക്കറിയാം, എനിക്കിതാണ് വേണ്ടത്. അതിന് ഓരോ അളവുണ്ട്, കാര്യങ്ങളുണ്ട്. അത് ഞങ്ങളുടെ ജെം കൺസൾട്ടൻറ്റ് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സാറിന് അത് പണിഞ്ഞു തരാൻ പറ്റൂ. സാർ അഡ്വാൻസ് അടച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ സാറിന് തരാം. അത് കേരളത്തിലെ വളരെ പ്രമുഖമായ എത്രയും പെട്ടെന്ന് ഡെലിവറി തരാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ഗ്രൂപ്പാണ് അത് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത, ഇവന്മാർക്ക് എന്താ അഹങ്കാരം, ഞാൻ കാശല്ലേ കൊടുക്കുന്നത്, എനിക്ക് തന്നൂടെ എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ച് പറഞ്ഞു, അവരായിരുന്നു ശരി,
നിങ്ങൾക്ക് അവർക്ക് പൈസക്ക് വേണമെങ്കിൽ നിങ്ങൾ 9,000 രൂപ വാങ്ങാമായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ലല്ലോ. ഇല്ല, അതാണ് അതിന്റെ മര്യാദ. അതായത് ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ രാവിലെ പക്ഷെ അവർ 3-ാമത്തെ ദിവസം തന്നെ വിളിച്ചു, നമ്പറൊക്കെ വാങ്ങി വെച്ചു. സാറിന്റെ സ്റ്റോൺ ഇതാണ്, ഇത്രയാണ് ധരിക്കേണ്ടത്, അതിന് ഇത്ര രൂപയാവും, ഇത്ര മേക്കിംഗ് ചാർജ് ആവും, ഇത്ര ഗ്രാം ഗോൾഡ് ചെയ്യാം, ഇത്ര ഗ്രാം ഗോൾഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. ഒരു സാറിപ്പോൾ പറഞ്ഞാണ് കറക്റ്റ്. നമുക്ക് കേരളത്തിൽ അപ്പോഴത്തേക്ക് നമ്മളെ കാശ് ചിലവായി പോയില്ല, പിന്നെ അല്ല പറഞ്ഞുതരാം സാറേ. നമ്മളൊരു രാവിലെ എല്ലാ ജുവലറിയും തുറന്നു വെച്ചിട്ട് ദൈവമേ ഒരു ബില്ല് എത്രയും വേഗം അടിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സെയിൽസ്മാൻ ആയാലും സെയിൽസ് ഗേൾ ആയാലും ഒരു ബില്ല്, കാരണം അവർക്ക് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ബില്ല് അടിക്കുമ്പോൾ സന്തോഷമാകുമല്ലോ. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമേഴ്സ് നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കസ്റ്റമേഴ്സ് അവിടെ വരുമ്പോൾ അവരെ മനസ്സറിഞ്ഞ് ഇരിക്കണം, മനസ്സറിഞ്ഞാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു ജെം കൺസൾട്ടിങ് നടത്തി ഇഷ്ടപ്പെട്ടു, അത് അളവിലില്ല, ചെയ്തെടുക്കാം, നമുക്ക് 10 ദിവസത്തിനകത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളൊരു മോഡൽ തയ്യാറാക്കുന്നു. അവരെ നമ്മൾ തയ്യാറാക്കരുത്, അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഒരുപാട് മോഡലും ഇതുണ്ട്, നമുക്ക് മോഡലുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കണേ പറയും ഇതിട്ടാൽ നല്ലതായിരിക്കും എന്നൊക്കെ കാണിച്ചു കൊടുക്കാം. ചെയ്ത് വരുമ്പോൾ അത് പൊട്ടലാണോ പോറലാണോ എന്നൊക്കെ നോക്കണം. അതിൽ വന്നു എന്ന് പറയുമ്പോൾ തലേ ദിവസം പോയി വിളിച്ചിട്ടില്ലെങ്കിൽ വിളിച്ചെടുത്ത് കൊടുക്കരുത്. കാരണം ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു ജെമ്മ് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ ഒരു മാസം കുറഞ്ഞതൊരു ചിലപ്പം 2,000-3,000 ജെം സ്റ്റോൺ ആയിരിക്കും ചെയ്തു വരുന്നത്. ഓരോ ഏജൻസി പല ജ്വല്ലറിക്കും കൊടുക്കുന്നതായിരിക്കും. വെപ്രാളപ്പെട്ടൊക്കെ ചിലപ്പോൾ നൈറ്റിൽ നിന്നൊക്കെ ചെയ്യുമായിരിക്കും സ്മിത്ത്. ചിലപ്പോൾ പണിയുമ്പോൾ പൊട്ടലും പോറലൊക്കെ വരാം. അത് ഇന്ന ജ്വല്ലറി അവർ നോക്കുന്നില്ല, സർട്ടിഫിക്കേഷനൊക്കെ റെഡിയാക്കി കൊടുത്തു വിടും. നമ്മുടെ ഒരു ഷോപ്പിൽ ഏത് ഷോപ്പിലിരുന്നാലും ആ ജെമ്മ് അത് ചെയ്ത് വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്നെപ്പോലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് വേണം കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ആ കസ്റ്റമേഴ്സ് വന്ന് നോക്കുമ്പോൾ പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ കടയ്ക്കുന്ന ക്ഷീണമാണ്, അത് നോക്കുന്ന ആളിന് ക്ഷീണമാണ്, പൊട്ടിയത് കൊടുത്തു എന്നുള്ള ശ്രമം വരും. അത് കസ്റ്റമേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ആ ഓർഡർ വന്നാൽ അത് പൊട്ടിച്ച് നല്ലതാണോ, ഓർഡർ ചെയ്തതെല്ലാം കറക്റ്റാണോ, അളവ് കറക്റ്റാണോ എന്ന് വരെ നോക്കിയിട്ട് വേണം കസ്റ്റമേഴ്സിനെ വിളിക്കാൻ. ദൂരെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഈ തിയറിയാണ് നല്ലതാണ്. അപ്പം ജ്വല്ലറിക്കും അത് നല്ലതായിരിക്കും. അപ്പോൾ 10 കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ പിന്നെ ആ ജ്വല്ലറി തീർന്നു, അത് അളവ് തെറ്റി വന്നു. അവസാനമായിട്ട് എനിക്കറിയാം പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ കാര്യം കണക്കൂട്ടി പറയേണ്ടതാണ്. 1989 നവംബർ 6 ജനനസമയം 1:35 PM. ജ്യോതിഷപരമായി ജന്മനക്ഷത്രക്കല്ലുമായി ബന്ധപ്പെട്ട് എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യമാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുക. ഞാൻ തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്ന ഗസ്റ്റുകളുടെ എല്ലാ ഇര ഞാൻ തന്നെ ആയതുകൊണ്ട്. അതെ, അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് സാറിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് സംസാരിച്ചാണ്. സാറിന് ഈ മാർച്ച് മാസം 29-ാം തീയതി കഴിഞ്ഞാൽ സാറിന് നല്ല സമയമാണ്. സാറിന് തിരുവോണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും നല്ല സമയം തന്നെയാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ വീണ്ടും വ്യാഴത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. നോക്കണ്ട, ഇപ്പം ഒരാൾ ദോഷം ചെയ്തിട്ട് മാറി നിൽക്കുകയല്ലേ, അദ്ദേഹം നമുക്ക് നന്മയിലോട്ട് വരുന്നുണ്ട്. നന്മ ചെയ്യാൻ വരുമ്പോൾ അതിനെ ചെറുക്കും. ഇപ്പം ഇദ്ദേഹം ദോഷം ചെയ്തപ്പോൾ വേടൻ അനുകൂലത്തിൽ വന്നപ്പോൾ ചെറുത്തില്ലേ, അതേപോലെയാണ്. അതായത് നമ്മൾ രത്നങ്ങൾ ധരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാലിടറി വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ തടയണ ഇടും. അതായത് വെള്ളത്തിനെ പിടിച്ച് അണകെട്ടി നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒഴുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി, നമുക്ക് ആ ജീവിതപാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ആ തടയണയാണ് രത്നമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ധരിക്കുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. പിന്നെ സാർ നമുക്കൊരു ഐഡിയ, നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രാർത്ഥന, അത് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. അതിനെ നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ ആരെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ ജോലിക്ക് ആരെങ്കിലും വിഘ്നം വരുത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മറ്റാരുടെയും കാര്യങ്ങളിലൊന്നും ഇടപെടാതിരുന്നാൽ മതി. പിന്നെ ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെന്താണ് അപ്പോൾ മരുന്ന് പാതി മന്ത്രം പാതി എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുക, ഡോക്ടേഴ്സിനെ കാണുക, മരുന്ന് കഴിക്കുക. പിന്നെ നമ്മുടെ ജാതകപ്രകാരം നമ്മുടെ ലഗ്നം, നമ്മുടെ ശരീരം അനുവദിച്ച് തന്നിട്ടുള്ള രത്നങ്ങൾ, നമുക്ക് രത്നങ്ങൾ വാങ്ങാൻ പറ്റാത്തവർക്ക് ഉപരത്നങ്ങൾ ധരിക്കാം. ഈ ഡയമണ്ട് എത്ര ക്യാരറ്റാണ് നമ്മൾ ധരിക്കുന്നത്? ഡയമണ്ട് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. ഒരു 20 സെൻറ്റൊക്കെ മതിയാവും. ഓരോരുത്തർ ഓരോ റേറ്റാണ് സാറേ. ഞാനിത് ജ്വല്ലറി പറയുന്നില്ല. 20 സെൻറ്റ് ഏകദേശം എത്ര രൂപ? അത് ഞാൻ പറയുമ്പോൾ ജ്വല്ലറി ഉടമകൾ വല്ലതൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് കാണുന്നത്. ഓരോരുത്തരും ഓരോ റേറ്റാണ്. ഏതാണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ 20 സെൻറ്റിന് 30,000 വാങ്ങുന്നവരുണ്ടാവും. അത് ഞങ്ങളുടെ കല്ല് ഇങ്ങനെയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്. ചിലർ ആ കല്ലിന് മാത്രം തന്നെ 20 സെൻറ്റിന് 30,000 വാങ്ങുന്നവരുണ്ട്, ചിലർ 27,000 വാങ്ങുന്നവരുണ്ട്, ചിലർ 35,000 വാങ്ങുന്നവരുണ്ട്. ഇത് ഇപ്പോൾ സാറിപ്പോൾ ഈ ജ്വല്ലറി കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രമുഖമായിട്ടുള്ള ഒരുപാട് ജ്വല്ലറികളുണ്ട്. എല്ലായിടത്തും ജെമ്മിന് പല പല റേറ്റാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ജ്വല്ലറി കാണുന്ന എമറാൾഡ് ആയിരിക്കില്ല അടുത്ത ജ്വല്ലറി കാണുന്നത്. അത് കല്ലിന് വ്യത്യാസം ഉണ്ടാവും. അത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ടാവാം. 20 സെൻറ്റ് എന്നൊക്കെ പറയുന്നത് ചെറിയ കല്ലാണ്. അത് ഗുണം ചെയ്യും ഭയങ്കര. നവരത്നത്തിനകത്ത് കാണുന്നത് 10 സെൻറ്റാണ്, ഒരു കുഞ്ഞു കല്ലാണ്. 10 സെൻറ്റിന് പവർ. കയ്യിൽ ധരിക്കുന്നതാണോ കഴുത്തിൽ ധരിക്കുന്നതാണോ ഏറ്റവും? ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഞെരുമ്പോഴും എൻ്റെ റേഡിയേഷൻ ആയിട്ട് വരുന്നത്. ഏത് വിരൽ? നമുക്ക് ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറഞ്ഞത് നടുവിരൽ ധരിക്കാം,
ആ പറ്റാത്തവർക്ക് മോതിര വിരൽ ധരിക്കും. ഈ 2 ഓപ്ഷനുണ്ട്. ചിലർക്ക് നടുവിരൽ ഇടുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. നട്ടെല്ലുമായി ബന്ധമുള്ള രോഗങ്ങളോ ഈ ഇടുപ്പ് വേദനയുള്ളവർക്കൊക്കെ നടുവിരൽ ഇട്ടിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലരും ഇതേ ഗുണം തന്നെയാണ്. എന്റെ ഇരിപ്പ് കണ്ടുകൊണ്ടാണോ അത് പറഞ്ഞത്? ഇല്ലല്ലേ, ഞാൻ 6-7 ദിവസത്തെ യാത്രകൾക്കൊടുവിൽ എന്റെ നടുവ് വലിയ പ്രശ്നമാണ്. അത് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും അടുത്ത മാസം ഒരു 10 ദിവസം ഞാൻ ഉണ്ടാവില്ല. ഒരു ചികിത്സയ്ക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ്. ശരി. നടുവേദന, ഭാരം, ശരീരഭാരം വർദ്ധിക്കുന്നതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യാൻ സമയം, എക്സസൈസ് ചെയ്യണം, സമയം കിട്ടുന്നില്ല. അത് ശരിയാ. അത്യാവശ്യം പൊതുവെ നമ്മളൊരു മടിയനാണ്. ശരി. നമ്മൾ രാവിലെ 7 മണിക്ക് കൊടുക്കുന്ന പണി അവസാനിക്കുന്നത് രാത്രി 9 മണി 10 മണിക്ക്. മനസ്സിലായി. ഇപ്പൊ അങ്ങ് തന്നെ എന്നെ കാത്ത് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ എടുത്തുകൊണ്ടിരുന്ന ഒരു ഇന്റർവ്യൂ പകുതിയിൽ അവസാനിപ്പിച്ചിട്ടാണ് അങ്ങേ അടുത്തേക്ക് ഓടി വന്നത്. നാളെ പോയിട്ട് വേണം മറ്റേത് തോന്നുന്നത്. എല്ലാവരുടെ നമ്മൾ ഓടി എത്തണം. നേരത്തെ നമ്മുടെ ഇവിടെ ഇപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം വളരെ ചുരുങ്ങിയ ഒരു ടീമായി മാറി. കാരണം പലരും അവരുടേതായ പാതയിലൂടെയും അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും പോകും. സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും നമ്മളുടെ ഇപ്പം അങ്ങയെ പരിചയപ്പെടുത്തുന്ന ആളെയും അങ്ങയും ഒക്കെ വിളിക്കുമ്പോൾ ഓടിയെത്താതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ പറയപ്പെടുന്ന എക്സസൈസിനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ഭംഗമുണ്ട്. ഒരു ഓട്ടം തന്നെ ഒരു എക്സസൈസ് ആണ്. ഞാൻ അല്ല, ഇത് വല്ല ഒരു 5-6 ദിവസത്തോളം തമിഴ്നാട്ടിലായിരുന്നു. എനിക്ക് തോന്നുന്നു 2500 കിലോമീറ്ററുകൾ നമ്മൾ ഡ്രൈവ് ചെയ്തു. അതിനുശേഷം എറണാകുളം, തിരുവനന്തപുരം, ഇനി കോഴിക്കോട് പോകണം, അങ്ങനെയുള്ള ഓട്ടമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങേക്ക് മുമ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇൻ്റർവ്യൂ എടുത്ത ആൾക്ക് സ്വന്തമായി ആയുർവേദമൊക്കെ അദ്ദേഹത്തിൻ്റെ, എനിക്ക് ഞെട്ടിപ്പോയൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ പിതാവ് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ എണീറ്റപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പളനിയിൽ പോയിരുന്നു. മല കയറി ഇറങ്ങിയപ്പോൾ എൻ്റെ മസിൽ പിടിച്ചിട്ട് കുറച്ചേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പണ്ട് ശബരിമല എല്ലാ മാസം പോകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നടുവിന് വേദനയുണ്ട്, വലിയ പ്രശ്നമാണ്, കാറിൽ യാത്ര ചെയ്യാം, ബൈക്കൊന്നും ഒട്ടും പറ്റുന്നില്ല. പുള്ളി കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ തരുന്നു. ഞാൻ അടുത്ത് വരുമെന്ന് പറഞ്ഞു. 80 വയസ്സുള്ള അച്ഛനാ. എന്നിട്ട് കൈ എടുത്തിട്ട് എൻ്റെ നടുവിന് ഇങ്ങനെ അടിച്ചു. പക്ഷെ ആ കറക്റ്റ് ആ സ്പോട്ടിൽ അവിടെയല്ലേ വേദന എന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഒരു ഡോക്ടറോട് ചെന്നാലോ അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നാലോ നമ്മൾ കാണിച്ചു കൊടുക്കണം, ഈ പോയിന്റിലാണ് വേദന. എൻ്റെ നടത്തം കണ്ടിട്ട് ആ പുള്ളി വിളിച്ചിട്ട് അടിച്ചിട്ട് വെച്ച് ഇവിടെയല്ലേ വേദന എന്ന് ചോദിച്ചു. അതൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊരു നിമിത്തമായി ഞാൻ കരുതുന്നു. അങ്ങയുടെ അടുത്ത് വന്നത് നിമിത്തമായി ഞാൻ കരുതുന്നു. എന്തായാലും ഒരു ഡയമണ്ട് റിങ് താമസിയാതെ അങ്ങ് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങി തരണം. തീർച്ചയായിട്ടും. നല്ലൊരു ജ്വല്ലറി. ശനിദോഷം മാറി തുടങ്ങി തീരട്ടെ. ഞാൻ ബ്ലൂ സഫർ പറഞ്ഞില്ല. എന്തുകൊണ്ട് ബ്ലൂ സഫർ പറയാത്ത? കലാരംഗത്ത് നമ്മുടെ ശനിയുടെ പൊസിഷനൊക്കെ ഞാൻ കണ്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡയമണ്ട് ഇടുമ്പോഴാണ് കലാരംഗത്തും ദൃശ്യമാധ്യമ രംഗത്തും നമുക്ക് ശോഭിക്കുന്നത്. ഇൻഷുറൻസ് രംഗത്തും ഒക്കെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നു. കുടുംബജീവിതം, ദാമ്പത്യമൊക്കെ ശുക്രനാണ്. ശുക്രാചാര്യൻ്റെ രത്നമാണ് ഡയമണ്ട്. ആ ഡയമണ്ട് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര, കാരണം എനിക്ക് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നല്ല, എനിക്ക് അനുഭവമാണ് ഗുരു. എന്നിൽ നിന്ന് രത്നങ്ങൾ വാങ്ങി ധരിച്ചവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. മോശമായിട്ട് പലരും രത്നങ്ങൾ, ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. ചില ഇന്റർവ്യൂ ഒക്കെ പണ്ട് പഴയ ഇന്റർവ്യൂകളൊക്കെ കണ്ട് ഇപ്പോഴും ചോദിക്കും, രോഹിത് എന്താ ഈ പഴയ പോലെ അറ്റാക്ക് മോഡ് പിടിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പിടിക്കാൻ തോന്നുന്നില്ലെന്നേ. ഇതിനെക്കുറിച്ച് ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് ആരെ അറ്റാക്ക് ചെയ്യാം. ഇപ്പം താങ്കൾ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിക്കുന്നു, ഞാൻ ഈ മോഡിൽ ആയിരിക്കുന്നത് ചിലപ്പോൾ സംസാരിക്കാം. താങ്കൾ അന്ധവിശ്വാസം പറ്റുന്ന ആളല്ലേ ഞാൻ മുഖത്ത് നോക്കി ചിലപ്പോൾ ചോദിക്കും. പക്ഷേ ചില അനുഭവങ്ങൾ നമ്മളെ ചോദിപ്പിക്കാതാക്കുകയാണ്. എനിക്ക് ഞാൻ പറയല്ലേ, ഈ അസ്ട്രോളജിയും ജെം സ്റ്റോണും എന്ന് പറയുമ്പോൾ അതിലൊരു മതം കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഇവർക്കിതിൽ വിശ്വാസമാണ്, ഇവരിത് ധരിക്കാറുണ്ട്. അവർക്ക് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ എവിടെ ഇരുന്നാലും വന്ന് കാണാറുണ്ട് തന്നെ. ഈവൻ ക്യാമറയിൽ ഇരിക്കുന്ന രാഹുൽ എന്നോട് പലപ്പോഴും പറയാറുള്ള, ചേട്ടാ പഴയ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യും, വൈറലാവും. കാരണം നോക്കൂ, നമ്മൾ ഈ പളനിമലയിൽ ഞാൻ ജീവിതത്തിൽ 3-4 തവണ പോയിട്ടുണ്ട്. പക്ഷെ ആ മുരുകന്റെ വിഗ്രഹം ഞാൻ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. അവിടെ ഭോഗരുടെ സമാധി ഉണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഈ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്തവണ പളനിയിൽ പോയപ്പോൾ ഞാൻ തീരുമാനിച്ചു, പളനി പോയതല്ല മധുരയിൽ പോയപ്പോൾ ഞാൻ തിരിച്ചു പളനിയിൽ പോകും, മല ചവിട്ടും, എത്ര തിരക്കായാലും ഭഗവാനെ കണ്ടിട്ട് ഇറങ്ങും. ഞാൻ ചെന്നപ്പോൾ എനിക്ക് വേണ്ടി രാവിലെ ഞാൻ 6 മണിക്കൂടെ ചെല്ലുമ്പോൾ തിരക്കില്ല. പക്ഷേ മുരുകന്റെ ശ്രീകോവിലിന് മുന്നിൽ എത്തുമ്പോഴേ ഞാൻ അവിടെ ആലോചിച്ചുകൊണ്ടിരുന്നത് 10 രൂപയുടെ ടിക്കറ്റ്, 100 രൂപയുടെ ടിക്കറ്റ്, 500 രൂപയുടെ ടിക്കറ്റ്. ഈ ടിക്കറ്റ് എടുത്ത് ചെയ്യുന്ന അത്ര സമത്വത്തിന് പറ്റിയൊരു പരിപാടി അല്ലല്ലോ. ഈ ഒരു ചിന്തയിൽ ഞാൻ കറക്റ്റ് ശ്രീകോവിലിന് മുന്നിലെത്തി, ഭഗവാനെ ഭംഗിയായി കണ്ടു, പുറത്തു വന്നു. സാധാരണഗതിയിൽ ഒരു അമ്പലത്തിൽ പോകുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. എങ്കിലും പളനി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. പക്ഷെ കറങ്ങി ഞാൻ ഭോഗര് സമാധിക്ക് മുന്നിൽ എത്തിയപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പൂജാരിയായിരുന്നു. അദ്ദേഹത്തിലൂടെ ഞാൻ പോയി. അദ്ദേഹം ഞാൻ ഓരോ കഥകളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുന്ന് ഭോഗ സമാധി വന്നിട്ട് പുള്ളി ഓടിയ ക്യൂവിലേക്ക് പോയി. പക്ഷെ എനിക്കൊരു വൈബ്രേഷൻ അവിടെ ഫീൽ ചെയ്തു. കാര്യം കുറേ കാലം കൊണ്ട് ഈ ഭോഗരുടെ കഥകളും സമാധികളുടെ പവറുകളും ഒക്കെയാണ് ഓരോ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്റെ മനസ്സും അതുമായി അവിടെ കണക്ട് ആയതുകൊണ്ടാണ് കൃത്യമായി അവിടെയും കയറി നന്നായി തൊഴാൻ പറ്റി. നമ്മൾ അവിടെ ചെല്ലണമെന്ന് ഭഗവാന്റെ നിയോഗം ഉണ്ടെങ്കിൽ അവിടെ എത്താം. ഉറപ്പായിട്ടും.
മൂകാംബികയിലായാലും നമ്മളെല്ലാം ഇരിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല, മുൻകൂട്ടി തീരുമാനിച്ചതല്ല. അല്ല, ഞാൻ കാശിയിൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അത് പെട്ടെന്നായിരുന്നു യാഥാർത്ഥ്യമായത്. എൻ്റെ ആ സ്വപ്നം ഇപ്പോഴും ബാക്കിയാവും. അത് നമ്മുടെ ജീവിതത്തിൽ കാശി വിശ്വനാഥനെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പൂജയും ചെയ്തിട്ടാണ് വന്നത്. കാശി വിശ്വനാഥനെ പാലഭിഷേകവും നടത്തി ഓളമാലയും ഇട്ട് ഭസ്മവും ഇട്ട് പൂജ ചെയ്തിട്ട് വന്നു. അത് ഭഗവാന്റെ ഒരു നിയോഗം. വലിയ വലിയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ കാശി വിശ്വനാഥനെ പൂജ ചെയ്യുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയതും മഹാഭാഗ്യം എന്ന് കരുതിയ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ശിവനെ വല്ലഭോ എന്നാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ഒരു ദിവസം. എൻ്റെ ഇൻ്റർവ്യൂകളിലെല്ലാം ഞാൻ പറഞ്ഞു മഹാകുംഭമേളയ്ക്ക് ഞാൻ പോകും, എന്നെ കാശി വിളിക്കുന്നുണ്ട്. അതെ, ഞാൻ പോകാനിരുന്ന 18-ാം തീയതി 16-ാം തീയതി എൻ്റെ നാട്ടിലെ ക്ഷേത്രമായ മേലില ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവം കണ്ട് ഭദ്രകാളി തിരുമുടി എഴുന്നള്ളതും കണ്ട് 17-ാം തീയതി കൊച്ചിയിലെത്തി. 18-ാം തീയതി ഞാൻ പ്രയാഗ്രാജിന് വണ്ടി കയറാനിരുന്നതാണ്. ഇന്നലെയും ആരോ എനിക്ക് മെസ്സേജ് പ്രയാഗ്രാജിൽ പോയിട്ട് വന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ നിന്ന് ഞാൻ യാത്ര പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരു രോഹിത്തുണ്ട്, എൻ്റെ ക്യാമറമാൻ. രോഹിതനോട് ചോദിച്ചു, ചേട്ടാ എന്തായാലും 3-4 ദിവസം നമ്മൾ കൊച്ചിയിലില്ല, എന്നാൽ പോട്ടെ വണ്ടി പ്രയാഗ്രാജിലേക്ക് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അത് വേണ്ടടാ, നമുക്ക് വിധിയില്ല. പക്ഷേ ഞാൻ തമിഴ്നാട്ടിൽ ദിണ്ടുഗലിൽ ഒരു അഘോരിയെ കണ്ടു, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുത്തു. അദ്ദേഹം എന്നെ 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു ശ്മശാനത്തിൻ്റെ അധിപനാണ്. അവിടെ ആ ശ്മശാനത്തിൻ്റെ പൂജകൾ നടക്കുകയാണ്. എന്നോട് പറഞ്ഞു വന്നാൽ ശ്മശാന പൂജയും അഗ്നിസ്നാനവും അടക്കമുള്ളത് കാണിച്ചു തരാം. ഞാൻ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, പക്ഷെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും പോകാം. പക്ഷേ സാധിക്കുന്നെങ്കിൽ സാധിക്കും. ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട്. അല്ല, തീർച്ചയായിട്ടും പോകാനുള്ള ഒരു നിയോഗമുണ്ട്, എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം ശനിയുടെ മാറ്റം വരുന്നുണ്ട്, തീർച്ചയായിട്ടും പോകും. അദ്ദേഹം അഹോരികളുടെ അനുഗ്രഹം കിട്ടും. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അഘോരികളുടെ ആചാരങ്ങൾ, മനുഷ്യമാംസം ഭക്ഷിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്, എത്ര വിധത്തിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്കിത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോരെ, എൻ്റെ കൂടെ പോരെ, 8-ാം തീയതി തൊട്ട് ഞാൻ അവിടെ 10 ദിവസം നിൽക്കാൻ വന്ന് എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന്. സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും 2 ദിവസങ്ങളും പോകണമെന്നൊരു ആഗ്രഹമാണ്. എല്ലാം നിമിത്തങ്ങളും നിയോഗങ്ങളുമാണ്. എന്തായാലും അങ്ങയുടെ വീഡിയോ കണ്ടിട്ട് ആളുകൾ അങ്ങയെ വിളിക്കട്ടെ, നമ്പർ കൊടുക്കാം. അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ അങ്ങേക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ. സന്തോഷം. ശിവനേ വല്ലഭോ. നമസ്തേ.